ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കേട്ട് കാണും, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ ടീച്ചേഴ്സിൻ്റെ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് വ്യത്യസ്തമായതാണ്, പ്രത്യേകിച്ച് നമ്മൾ ആരെയും കാണുന്നില്ല, ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഡൗട്ട്സുകൾ പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും വി വിൽ എന്ത് ചെയ്യും, നമ്മളത് ഓവർകം ചെയ്യും അല്ലേ? അപ്പോൾ പൊതുവേ ഞാനൊരു പഴി കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ ഞാൻ പറയാറുണ്ടെന്നുള്ളതാണ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. മിക്കവാറും കുട്ടികൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരാറാണ് പതിവ്. ഞാനും മാറ്റാൻ ശ്രമിക്കും കേട്ടോ, കുറച്ചൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ആദ്യത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള സബ്ജക്ട്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ക്ലാസ്, നമ്മുടെ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? മാനേജ്മെൻ്റ് ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങളത് പഠിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പഠിച്ച് പോകുക കേട്ടോ മക്കളെ, എന്നാലാണ് നമുക്കത് കൃത്യമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഭയങ്കര ബേർഡനായി പോകും. എല്ലാം +2 പോലെയല്ല, ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുണ്ടായിരിക്കും. ആസ് പെർ സിലബസ് അനുസരിച്ച് നമുക്ക് എല്ലാം കവർ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ലാസ്റ്റത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു ആയിരിക്കും. അപ്പോൾ എനിവേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡെഫിനേഷൻ കണ്ടു, പിന്നെ നമ്മളതിൽ കണ്ടത് ആ ഡെഫിനേഷൻ്റെ ബേസിസിൽ നമ്മളൊരു 5 കോൺസെപ്റ്റുകൾ മാനേജ്മെൻറ്റിൻ്റെ പഠിച്ചു അല്ലേ? ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് നേച്ചർ? അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. നേച്ചറും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു അവർ ടൈം ലിമിറ്റ് അനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മാനേജ്മെൻറ്റ് ഞാൻ ആ പോയിൻറ്റ്സുകളെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതാം. വാട്ട് ഈസ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എഴുതുക, ഒരു ഡെഫിനിഷൻ എഴുതുക, ആൻഡ് ദ ഫോളോയിങ് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റുകളായിട്ട് പോകാം അല്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ പറയുന്നതാണ് ദാറ്റ് ഈസ് യൂണിവേഴ്സാലിറ്റി എന്നാണ് പറയുന്നത്. എന്താണ് യൂണിവേഴ്സാലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി ആവശ്യമുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത്. കാരണം എവിടെയൊക്കെ ആളുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് ഒരുപാട് ആളുകൾ ഒന്നിച്ച് ഏതൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ എന്താവശ്യമാണ്? മാനേജ്മെൻറ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എടുത്തോ, ഏത് ബിസിനസ് എൻ്റർപ്രൈസ് എടുത്തോ, അവിടെ എന്ത് വേണം? നമുക്കവിടെ മാനേജ് ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ കുറച്ച് കുട്ടികൾ, ഒരു 10, 35 പിള്ളേർ അല്ലെ മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം. അതുണ്ടെങ്കിൽ നിങ്ങളെ മാനേജ് ചെയ്യണം. ഇപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് 10-30 ടീച്ചേഴ്സ് വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 30ഓളം സ്റ്റാഫ്സ് ഉണ്ടാവും, അവരെ മാനേജ് ചെയ്യണം അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, എവിടെ അങ്ങനെ കൂടുതൽ ആളുകളുണ്ടോ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു നേച്ചർ പറയാവുന്നത് എന്താണ്? ഇത് ഒരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടൊരു സംഭവമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സെറ്റ് ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് ദ ഹാർഡ്വെയർ. ഓർഗനൈസേഷൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ ആണെന്നുള്ളതും, ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയറുമാണ്. എന്താണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ? നമ്മൾ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പഠിക്കാറുണ്ട്. ഏതാ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൽ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ അല്ലേ? നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്, നമ്മുടെ CPU എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്, ഈവൻ നമ്മുടെ മൗസ് ഒരു ഹാർഡ്വെയർ ആണ്. ദാറ്റ് വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച് അല്ലേ? അതാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞെങ്കിൽ. സോഫ്റ്റ്വെയർ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, അത് നമുക്ക് സോഫ്റ്റ്വെയർ എന്താണെന്ന് കാണാനും തൊടാനൊക്കെ സാധിക്കുമോ? അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ചോദിക്കും, നമ്മൾ CD വാങ്ങിയിട്ടല്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ്. പക്ഷേ അതിൽ എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്ന പ്രവൃത്തികളെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ഈസ് ബിഹൈൻഡ് എനി ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി വെദർ ഇറ്റ് ഈസ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഓർ നോട്ട് ലൈസ് മാനേജ്മെൻറ്റ്. അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്? അവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ ഉണ്ട്. ക്ലിയർ? ആൻഡ് സെക്കൻഡ് നേച്ചർ പറയണത് ദാറ്റ് ഈസ് പെർപ്പസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് ഒന്നും അങ്ങോട്ട് എടുക്കാനില്ല അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ എന്ന് കേട്ടാൽ നമുക്കറിയാം, ഓക്കെ എല്ലായിടത്തേക്കുള്ളതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു നേച്ചർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പെർപ്പസ് എന്നാണ്. നോക്കാം നമുക്ക് എന്താണ് ഈ പെർപ്പസ് എന്നുള്ള ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയും ഈസ് അണ്ടർടേക്കൺ ഫോർ എ പെർപ്പസ്. ഏത് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും അതൊരു പെർപ്പസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് എന്നാണ് പറയണത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഫിഷ്യൻ്റ്ലി ഗെറ്റിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് വിത്ത് ആൻഡ് ത്രൂ അതർ പീപ്പിൾ. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ തന്നെ ഇങ്ങോട്ട് വരികയാണ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്നാണ് പറയണത്?
ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ആക്ടിവിറ്റിയും ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തി. അതായത് ഒരു പർപ്പസ് ഉണ്ട്, എന്തിനു വേണ്ടിയാണോ അവരെ അത് ചെയ്യിക്കുന്നത്, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് യുവർ ഡിഗ്രി അല്ലെ, കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്. ഡിഗ്രി കൈക്കലാക്കുക എന്നുള്ളതല്ല, നമ്മളെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആക്കുക എന്നുള്ളതാണ് അല്ലേ, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വളർന്നു തരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു വ്യക്തികളാക്കി മാറ്റും. ബിഹൈൻഡ് എവറി ടീച്ചർ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആളുകളെ കൊണ്ട് ഭംഗിയായി ചെയ്ത് തീർപ്പിക്കുക എന്നാണ്. വൺസ് ദ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻസ് ആർ സെറ്റ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സെറ്റ്സ് ദ ഫോക്കസ് ഓഫ് ആക്ഷൻ നെസസറി ടു അക്കംപ്ലിഷ് ദീസ് ഗോൾസ്. അപ്പോൾ അവിടെ ഓർഗനൈസേഷൻ ഗോൾ, ലക്ഷ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർഗനൈസേഷൻ്റെ ഒരു ലക്ഷ്യം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓർഗനൈസേഷൻ്റെ പണി എന്താണ്? എങ്ങനെ ഈ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതാണ് പർപ്പസിൽ പറയുന്നത്. ഓക്കെ, ദ തേർഡ് നേച്ചർ പറയുന്നതാണ് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ഓഫ് കോഴ്സ് എന്ത് സംഭവം എടുക്കുകയാണെങ്കിലും അതൊരു സോഷ്യൽ പ്രോസസ്സ് തന്നെയാണ്. കാരണം ദാറ്റ് വി ലിവ് ഇൻ എ സൊസൈറ്റി അല്ലേ, ആൻഡ് ഹ്യൂമൻ ബീങ്സ് ആർ എ മെയിൻ പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതൊരു സോഷ്യൽ പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് ഈസ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് മാനേജിങ് ദ പീപ്പിൾ ഓർഗനൈസ്ഡ് ഇൻ വർക്ക് ഗ്രൂപ്പ്സ് അല്ലേ. അതായത് ഒരു വർക്ക് അവിടെ, ഒരു വർക്ക് അവിടെ ഉണ്ടോ അവിടെ ആരുണ്ടായിരിക്കും? ഒരിക്കലും എത്ര ടെക്നോളജി വലുതായാലും മാൻ നെവർ റീപ്ലേസസ് അല്ല, നമുക്കതൊരിക്കലും ടെക്നോളജി നെവർ റീപ്ലേസസ് മാൻ. അങ്ങനെയല്ല, ടെക്നോളജിക്ക് ഒരിക്കലും ഹ്യൂമൻ ബീങ് വേണ്ട എന്ന രീതിയിൽ എത്ര വളർന്നാലും ടെക്നോളജിക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ പോലും ആ ഫാനിന് സ്വിച്ച് ഇടണമെങ്കിൽ ആര് വേണം അല്ലേ? ഹ്യൂമൻ്റെ നമ്മുടെ ഒരു വിരലനക്കം അവിടെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എവിടെയൊക്കെ ആളുകൾ വർക്ക് ഗ്രൂപ്പ്സുകളായിട്ട് ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ടെന്നാണ് പറയണത്. അതായത് അവിടെയൊക്കെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താവശ്യമാണ്? മാനേജ്മെൻറ്റ് ആവശ്യമാണെന്നാണ് പറയണത്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ആസ് സോഷ്യൽ ബീയിങ്സ്. ഒരു സോഷ്യൽ മാനേജ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് എ സോഷ്യൽ ബീയിങ് അല്ലേ. നമ്മൾ ചെറുപ്പത്തിലെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് മാനേജ് എ സോഷ്യൽ ബീയിങ് എന്ന് നമ്മൾ പഠിക്കും അല്ലേ. അപ്പം അത് അങ്ങനെ ഒരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും ദാറ്റ് ഈസ് ആര് ചെയ്യും? മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് നടത്തും. കാരണം നമ്മളത് കൃത്യമായിട്ട് ജോലി ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടുള്ളൂ. ശമ്പളം കിട്ടിയാലേ നമുക്കൊരു സമൂഹത്തിലൊരു ഒരു പ്രത്യേക നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കണക്റ്റഡ് ആണ്, മനസ്സിലാക്കി വയ്ക്കാം. ആൻഡ് ദിസ് മാനേജ്മെൻറ്റ് എംഫസൈസസ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് അല്ലെ. മനുഷ്യനൊരു സാമൂഹിക ജീവി എന്നാണ് നമ്മൾ പറയുക. സോഷ്യൽ ആനിമൽ എന്നാണ് നമ്മൾ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ഇൻട്രാക്ഷൻസ് വേണം, നമുക്കവിടെ പല റിലേഷൻസുകൾ വേണം. ഇതൊക്കെ ദാറ്റ് ഈസ് എന്താണ്? മാനേജ്മെൻറ്റിലുണ്ട്. കാരണം മാനേജ്മെൻറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാമെന്നാണ് പറയുന്നത്? വൺ ഓഫ് ഇറ്റ്സ് നേച്ചർ ഈസ് എ സോഷ്യൽ പ്രോസസ് എന്നുള്ളതാണ്. ഈ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻസും ഇൻട്രാക്ഷൻസും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് നേച്ചർ പറയുന്നതാണ് ഇറ്റ് ഈസ് എ കോർഡിനേറ്റിംഗ് ഫോഴ്സ്. ശരിയല്ലേ, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നു, അവരെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ ഒന്നും നമുക്ക് സാധിക്കില്ല. എന്ത് ചെയ്യണം? അവിടെ ഒരു കോർഡിനേഷൻ വരണം, എല്ലാവരും ഒന്ന് ചേർന്ന് ചെയ്യുന്ന രീതിയിലേക്ക് വരണം. അപ്പോൾ മാനേജ്മെൻറ്റ് സ്ട്രൈക്സ് എ ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ഗോൾ ആൻഡ് ദി ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും അല്ലേ. ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും? ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഈ രണ്ട് ലക്ഷ്യങ്ങൾ, അതായത് എപ്പോഴും നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് വി ഹാവ് ടു വർക്ക് ഫോർ ദി ഓർഗനൈസേഷണൽ ഗോൾസ് ടു. അതിനും കൂടി വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗോൾസും ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷൻ്റെ ഗോൾസും തമ്മിൽ നിന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ അവിടെ ആര് കൃത്യമായിട്ട് വേണം? നമ്മളെ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് പോകണം. അതെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോൾസ് വേണ്ടാമെന്നൊന്നും വയ്ക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗോൾസും ഓർഗനൈസേഷൻ്റെ ഗോൾസും ഒരേപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോയാലേ അൾട്ടിമേറ്റ് ഗോളിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണത് ആരാണെന്നാണ് പറയണത്? അല്ലെങ്കിൽ ഏതാണെന്നാണ് പറയണത്? മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ്, കണ്ടോ, കൂട്ടിച്ചേർക്കുന്നു ദ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. അതായത് നമ്മൾ 4 റിസോഴ്സാണ് പറഞ്ഞല്ലേ. മെൻ, മണി, മെറ്റീരിയൽ, മെഷീൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ മെൻ എന്ന് പറഞ്ഞതാണ് ഹ്യൂമൻ. ഈ മെന്നിനെ യൂസ് ചെയ്തുകൊണ്ട് മണി,
മിഷനറി, മെറ്റീരിയൽ. ഇത് മൂന്നിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഇവരെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേറ്റിംഗ് ഫോഴ്സ് ഇതിലുണ്ട്, മാനേജ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് സോ വി ക്യാൻ സേ ദാറ്റ് വൺ ഓഫ് ദി നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എ coordinating force that coordinates the human and physical resources. The colorful blending of the colorful blending of men, machines, materials, money give birth to a useful productive enterprises. അപ്പോൾ ഈ ഹ്യൂമൻ നേച്ചറുള്ള ഹ്യൂമൻ റിസോഴ്സസും മറ്റുള്ള 3 റിസോഴ്സുകളും ഒന്നിച്ച് ചേർത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു എൻ്റർപ്രൈസ് ദാറ്റ് ഈസ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് അതിന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. അതിന് ആര് സഹായിക്കുന്നുണ്ട്? മാനേജ്മെൻറ്റിൽ ആ ഒരു ദാറ്റ് ഈസ് അങ്ങനെ ഒരു നേച്ചർ അതിനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നൊരു നേച്ചറാണ് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. എന്താണ് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും? നമുക്ക് കാണാൻ കഴിയുന്നതിനെ നമ്മൾ ടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറയല്ലേ, വിച്ച് വി കനോട്ട് സീ ഓർ ടച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻടാഞ്ചിബിൾ എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയാൻ കാരണം മാനേജ്മെൻറ്റ്? അതിനുവേണ്ടി നമുക്ക് ജോർജ് ആർട്ടറി, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്ത് തന്നെ വെക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, പെട്ടെന്ന് അതിനെ പോയി ഓക്കെ ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തൊടാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറഞ്ഞു അതൊരു സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ പറഞ്ഞു ആ സെയിം മീനിങ് തന്നെ ഇങ്ങോട്ട് എടുക്കാം. ഇറ്റ് ഈസ് ആൻ അൺസീൻ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചറാണ്, അതൊരു ആളുകൾക്ക് കാണാൻ പറ്റാത്ത ഒരു ഫോഴ്സ് ആണത്, പക്ഷേ അത് അൺസീൻ ആണെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയാണ് പറയുന്നത്, എപ്പോഴും നമുക്കറിയാം നമ്മളെ നയിക്കുന്ന ഒരു സുപ്പീരിയർ മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല. ആ സുപ്പീരിയർ മാനേജ്മെൻറ്റ് നമ്മളെ ഒന്ന് ഫോഴ്സ് ചെയ്യിക്കുമ്പോഴാണ് നമ്മളവിടെ ഒരു സുപ്പീരിയർ പെർഫോമൻസ്, അതായത് നല്ലൊരു പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അത് എത്രമാത്രം കാഴ്ച വെച്ചു എന്ന് പറയുന്നത് ശരിക്കും നമുക്കതിൻ്റെ റിസൾട്ട്സ് എന്താണ് കാണാം അല്ലേ, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര സമയം നമ്മൾ വർക്ക് ചെയ്തു, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടാഞ്ചിബിൾ ആണ്. പക്ഷേ നമ്മളതിന് വേണ്ടി എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത്, ആ എഫേർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്, നമുക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്ര ശക്തി ഞാൻ അതിന് വേണ്ടി ഉപയോഗിച്ചു, ഞാൻ ഇത്ര ശക്തിയിൽ അത് ഉന്തി, അങ്ങനെയാണെങ്കിൽ ആ ശക്തി എത്ര എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ സാധനം ഒന്നിങ്ങനെ ഇപ്പോൾ ഒരു ടേബിൾ ഇപ്പോൾ ഞാനൊരു ടേബിളിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഈ ടേബിൾ ഞാൻ ഉന്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ഫോഴ്സ് എടുത്തു എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടേബിൾ എന്ത് ചെയ്തു, അത് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ആ സെയിം മീനിങ്ങിൽ ഇങ്ങോട്ട് എടുത്താൽ മതി, അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ എഫേർട്ട് എടുക്കുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ചിങ് എന്നുള്ള മീനിങ് ആണ് നമ്മൾ ഡൈനാമിക്കിനെ പറയാം. നമുക്ക് നോക്കാം എന്താണ് മാനേജ്മെൻറ്റ് ഈസ് ദ ഡൈനാമിക് ലൈഫ് ഗിവിങ് എലമെൻറ്റ് ഇൻ എവറി എൻ്റർപ്രൈസസ്. എന്താണ്, ഏതൊരു എൻ്റർപ്രൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റങ്ങൾ തരുന്ന ഒരു സംഭവമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ നിലനിന്ന് പോകുന്നതും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ദി ഡൈനാമിക് ഫോഴ്സ്. നമ്മൾ പറഞ്ഞു നമ്മുടെ എൻവയോൺമെൻറ്റിൽ പല മാറ്റങ്ങൾ വരും, ഇതൊക്കെ ഉൾക്കൊണ്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഓർഗനൈസേഷന് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും എന്താണെന്നാണ് പറയുന്നത്, ഒരു ഡൈനാമിക് ഡിസിപ്ലിൻ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പീറ്റർ എഫ് ഡ്രക്കറിനെ പറഞ്ഞു തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേര് നമുക്ക് ഓർത്ത് വെക്കേണ്ടത് തന്നെയാണ്. According to Peter F. Drucker, managing is not just passive but adaptive behavior. പാസീവായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു പോകേണ്ടതല്ല. ആ ഉള്ള കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അഡാപ്റ്റ് എന്നാണ് കേട്ടോ പറയാം, അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കണം. അതുകൊണ്ട് മാനേജേഴ്സ് ഡു നോട്ട് വെയിറ്റ് ഫോർ ഫ്യൂച്ചർ, ദേ മേക്ക് ദ ഫ്യൂച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ഒരിക്കലും ഓക്കെ ആ സന്ദർഭം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യില്ല, പകരം അവർ ആ ഫ്യൂച്ചറിന് എന്ത് ചെയ്യാണ്, അവരവരുടെ ഡെവലപ്പ് ചെയ്യും. ഫ്യൂച്ചറിൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, അതനുസരിച്ച് ദേ വിൽ പ്ലാൻ അക്കോർഡിംഗ്ലി. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. അതാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഡിസിപ്ലിൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ നേച്ചർ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് പറയുന്നത്.
ഓഫ് കോഴ്സ് ബിസിനസ് തന്നെ നമ്മൾ പറയുക ഇറ്റ് ഇസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. മാനേജ്മെൻറ്റിനെ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ഇറ്റ് ഇസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ദ സൈക്കിൾ ഓഫ് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് ആസ് ലോങ് ആസ് ദർ ഈസ് ഓർഗനൈസ്ഡ് ആക്ഷൻ ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. എപ്പോഴൊക്കെ നമുക്ക് ഈ ഓർഗനൈസേഷനിലെ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യണോ അത്രയും കാലം ദാറ്റ് ഈസ് എന്ത് ചെയ്യണം മാനേജ്മെൻറ്റ്. അതല്ല ഒരു കാര്യം ചെയ്തു, ഓക്കെ ഞങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞു, മതിയാക്കി, മാനേജ്മെൻറ്റ് നിർത്തി എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ ബിസിനസ് നടന്നു പോകുന്ന കാലത്തോളം അവിടെ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും, മാനേജ് ചെയ്തുകൊണ്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ദ സൈക്കിൾ ഓഫ് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് എന്നാണ് പറയുന്നത് ആസ് ലോങ് ആസ് ദർ ഇസ് ആൻ ഓർഗനൈസ്ഡ് ആക്ഷൻ ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എത്ര കാലം നമുക്ക് ആ ഓർഗനൈസേഷൻ ഗോളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്നു അതായത് എത്ര കാലം ഓർഗനൈസേഷൻ ഉണ്ടോ ആ കാലങ്ങളോളം നമുക്ക് എന്താവശ്യമാണ്, അവിടെ നമുക്ക് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ക്ലിയർ. പിന്നെ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്സാണ്. കമ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ദ മാനേജ്മെൻറ്റ് പ്രോസസ് ഇസ് നോട്ട് എ സീരീസ് ഓഫ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് to be performed independent of each other. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻ അല്ല. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് നമ്മൾ പഠിക്കും അല്ലേ. അങ്ങനെയുള്ള ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ വേർതിരിച്ചെടുത്ത് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ് മെയ്ഡ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ ഇൻഗ്രീഡിയൻസ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. അല്ലാതെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരൊറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് നടത്താൻ പറ്റില്ല. മാനേജ്മെൻറ്റിൽ പ്ലാനിങ് വേണം, അതിൽ ഓർഗനൈസിങ് വേണം, സ്റ്റാഫിങ് വേണം, ഡയറക്റ്റിംഗ് വേണം, കോർഡിനേറ്റിംഗ് വേണം, കൺട്രോളിങ് വേണം. ഈ എല്ലാ എലമെൻസും കൂടിയാൽ അതെന്തായി മാറുള്ളൂ, ഇറ്റ് ബിക്കംസ് മാനേജ്മെൻറ്റായി മാറുള്ളൂ. നോ സിംഗിൾ ഫങ്ഷൻ ക്യാൻ ബി പെർഫോംഡ് വിത്തൗട്ട് ഇൻവോൾവിങ് ദ അതർ. അതായത് നമുക്ക് പ്ലാനിങ്, ദാറ്റ് ഇസ് ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും എല്ലാം ഉണ്ട്. പക്ഷേ പ്ലാനിങ് അവിടെ ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യില്ല, കറക്റ്റ് ആവില്ല. പ്ലാനിങ് ഇല്ല, ബാക്കിയെല്ലാം നമ്മൾ നടക്കില്ല. ഓർഗനൈസിങ് നമ്മൾ നടത്തി, എന്നാൽ പ്ലാനിങ് ദാറ്റ് ഇസ് ഡയറക്റ്റിംഗ് അവിടെ ഇല്ല, അങ്ങനെ പറ്റില്ല. എല്ലാം ദാറ്റ് ഇസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഈ പറയുന്ന എല്ലാ, ഇനി നമ്മൾ പറയില്ലേ ഒരു കറിയിലേക്ക് പല പല ചേരുവകൾ ചേർക്കുന്ന പോലെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസുകളും ചേർന്നാലാണ് എന്തുണ്ടാകുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് എ കമ്പോസിറ്റ് പ്രോസസ് എന്നാണ്. പിന്നെ പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ആക്ടിവിറ്റി ഫൗണ്ട് ഇൻ എവറി ഓർഗനൈസേഷൻ. ദ കോമ്പിറ്റൻസി റിക്വയർഡ് ടു അണ്ടർടേക്ക് ദ ആക്ടിവിറ്റി ക്യാൻ ബി എക്വയർഡ് ഓവർ ടൈം. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെയ്യുന്ന കാര്യം അല്ലേ, ഒരു ആക്ടിവിറ്റി ആണെന്നാണ് പറയണത്. അതായത് നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ആ കഴിവ് നമുക്ക് വളർത്തിയെടുക്കാം. അതാണ് അത് കോമ്പിറ്റൻസി ടു അണ്ടർടേക്ക് ദിസ് ആക്ടിവിറ്റി. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റി എന്ന പ്രവൃത്തി എന്നാണ് നമ്മൾ പറയാം. ആ പ്രവൃത്തി നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ടൈം, ദാറ്റ് ഇസ് പതുക്കെ പാസേജ് ഓഫ് ടൈം അനുസരിച്ചിട്ട് നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതായത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, നോളേജ് ബിക്കംസ് പ്രൊഡക്റ്റീവ് വെൻ ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ ടാസ്ക്. അതായത് എപ്പോഴും നമ്മൾ ആലോചിക്കാം, നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ തിയറീസൊക്കെ നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കും അല്ലേ. ഈ അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് BCom BBA കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രെയിനി ആയിട്ടൊക്കെ കയറിയെന്ന് വിചാരിക്കാം. നമുക്ക് എല്ലാ ജേർണൽ എൻട്രീസും ഒക്കെ ബൈ ഹാർട്ട് അറിയാമെങ്കിൽ പോലും നമ്മുടെ മുന്നിലൊരു ഡേ ബുക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഡേ ബുക്ക് എന്നല്ല, ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു സോഫ്റ്റ്വെയർ ഇട്ട് തന്ന് കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. കാരണം നമുക്കവിടെ പ്രാക്ടിക്കൽ അത് ആപ്ലിക്കേഷൻ അറിഞ്ഞുവിടാം. നമ്മളെല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 out of 100 ആയിരുന്നിരിക്കാം പേപ്പറിൽ, എന്നാൽ പോലും നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി സാധിക്കില്ല. അപ്പോൾ അത് മാറി വരുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിലൊരു ട്രെയിനിങ് അങ്ങനെ പ്രാക്ടിക്കൽ സെൻസും കൂടി വരുന്നതാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ നേടിയെടുക്കുന്ന അറിവ് എപ്പോൾ മാത്രമേ പ്രൊഡക്റ്റീവ് ആവുള്ളൂ എന്നാണ് പറയണത്, അതൊരു ടാസ്കുമായിട്ട് ഒരു ആക്ടിവിറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് എന്തായി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ, പ്രൊഡക്റ്റീവാക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയണത്. അതായത് ഇങ്ങനെയാണ് പറയണത്, അതായത് ഒരു ജർമ്മൻ ഫിലോസഫർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നോയിങ് ഈസ് നോട്ട് ഇനഫ്, വി മസ്റ്റ് അപ്ലൈ എന്നാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ദാറ്റ് വി മസ്റ്റ് ബി ഏബിൾ ടു അപ്ലൈ ഇറ്റ്, നമുക്കതവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം അതേപോലെ തന്നെ പറയുന്നത്, വില്ലിങ് ഈസ് നോട്ട് ഇനഫ് വി മസ്റ്റ് ഡു. അത് നമുക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് സമ്മതമാണ്,
ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളത് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ടിവിറ്റിയാണ്. നമുക്കത് ചെയ്യാമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്യണം. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഫങ്ഷൻസുകളും ഒത്തുചേർത്തുകൊണ്ട് നമുക്ക് ആ ഒരു മാനേജിങ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഒരു നേച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? പിന്നെ പറയണത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഓർഗൻ എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ക്രിയേറ്റീവ് ഓർഗനാണ്. ക്രിയേറ്റിവിറ്റി അല്ലേ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിന് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം, അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നെങ്കിൽ. ക്രിയേറ്റിവിറ്റി ഡസ് നോട്ട് ഒക്കർ ഓട്ടോമാറ്റിക്കലി ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, നമുക്ക് തനിയെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു കാര്യമൊന്നുമല്ല എന്നാണ് പറയുന്നത്. ആ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ കൃത്യമായിട്ട് നർച്ചർ ചെയ്യാൻ എന്താണ്, പരിപോഷിപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും, നമ്മളതിന് കൃത്യമായിട്ട് വെള്ളവും വളവും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം, താലോലിച്ചൊക്കെ അങ്ങോട്ട് പുറത്തെടുക്കാമെന്ന് പറയില്ലേ. അപ്പോൾ അതാണ്, ഒരു ചെടി നട്ടു, ആ ചെടി വളരണമെങ്കിൽ നമ്മളത് കൃത്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിയെ നമ്മൾ നർച്ചർ ചെയ്ത് ആൻഡ് ഫോസ്റ്റേഡ് ഇൻ ഓർഗനൈസേഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അത് ആ ഒരു ഐഡിയാസിനെ നമുക്ക് കൃത്യമായി വളർത്തിയെടുത്ത് അത് നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് ചേഞ്ച്, അതായത് എല്ലാം പറഞ്ഞു വരുന്നത് തന്നെയാണ്, അതായത് മാറ്റങ്ങൾ, ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ക്രിയേറ്റിവിറ്റിയുടെ ഒരു എസൻസ് ആണ്. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഒരു മാറ്റമുണ്ട്. പുതിയതായിട്ടൊരു ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ നമ്മൾ പറയാതെ നിങ്ങൾ ക്രിയേറ്റീവായിട്ടൊന്ന് തിങ്ക് ചെയ്തതെന്ന് പറയും അല്ലേ, ഇതൊന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ചതെന്ന് പറയും. ആ വ്യത്യസ്തത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റിൻ്റെ ഒരു നേച്ചറായിട്ട് പറയുകയാണ്. അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാർട്ട് എന്നാണ് പറയുക. അങ്ങനെ ഒരു ക്രിയേറ്റീവ് പാർട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The ability to foster change is a major indicator worth observing in management practices. മാനേജ്മെൻറ്റ് പ്രാക്ടീസസിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നൊരു ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ സൂചിക നമ്മൾ പറയില്ലേ, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നമ്മൾ പറയില്ലേ, ആ ഇൻഡിക്കേറ്ററുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ദാറ്റ് ഈസ് മാറ്റങ്ങൾ അനുസരിച്ച് മാറാൻ കഴിയുക. അവിടെ ഒരു ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമുക്ക് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ഓർഗൻ. ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി ഒരിക്കലും അത് ഓട്ടോമാറ്റിക്കലി വരില്ല. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വളർത്തിയെടുത്ത് നമുക്കത് ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റായിട്ട് തന്നെ നമുക്കതവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഇത്രയാണ് നമ്മൾ ദാറ്റ് ഈസ്. അപ്പോൾ ഇതിൽ ചില പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ടെക്സ്റ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത്, ഇപ്പോൾ മാത്രമല്ല വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തന്നെ പോകാം. അപ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 10 നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു. യൂണിവേഴ്സാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ പറഞ്ഞതാണ് പർപ്പസ് എന്ന് പറഞ്ഞു, സോഷ്യൽ പ്രോസസ് ആണെന്ന് പറഞ്ഞു, കോർഡിനേറ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു, ഇൻടാനിജിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ ഇതൊരു ഡൈനാമിക് ഡിസിപ്ലിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു കമ്പോസിറ്റ് പ്രോസസ്സാണ്, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു, ആൻഡ് ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ നേച്ചർ ഓഫ് എന്തിൽ കണ്ടുപോയത്, ദാറ്റ് ഈസ് നമ്മൾ മാനേജ്മെൻറ്റ് നേച്ചറിൽ കണ്ടത്. ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ഭാഗം. നിങ്ങൾ +2 പഠിച്ച് കാണും കേട്ടോ. അതിൽ മാനേജ്മെൻറ്റ് സയൻസ് ഓർ ആർട്ട്, ഈ ക്വസ്റ്റ്യൻ മാർക്കാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണോ ആർട്ടാണോ? അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കും മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, മാനേജ്മെൻറ്റ് ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, വെദർ ഇറ്റ് ഈസ് എ സയൻസ് ഓർ ആൻ ആർട്ട് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമുക്ക് എത്തണം അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഡിബേറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഡിബേറ്റ് പോലെയൊക്കെ നടത്താൻ പറ്റുന്നൊരു ശരിക്കും അങ്ങനെ ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എനിവേ നമുക്ക് എന്ത് ചെയ്യാം, വി ജസ്റ്റ് ഡിസ്കസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സയൻസ് ആണോ ആർട്ടാണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നോക്കുകയാണ്. മാനേജ്മെൻറ്റ് സയൻസ് ഓർ ആർട്ട്, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അതായത് ദ ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് ഓർ ആർട്ട് ഇവോക്സ് എൻഡ്ലെസ് ഡിബേറ്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു ഡിബേറ്റ് ആണെന്നാണ് പറയുന്നത്. കുറേ ആളുകൾ പറയും അതൊരു സയൻസ് ആണെന്ന്, കുറേ ആളുകൾ പറയും അതൊരു ആർട്ടാണെന്ന് ആണ് പറയുന്നത്. പക്ഷേ ഇതിനെ ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസ് പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോറിറ്റീസിന് അവർക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണെന്നാണ് പറയുന്നത്. ചിലർ പറയും, ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് അത് സയൻസ് ആണെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ പറയും അത് ആർട്ടാണെന്ന്. അപ്പോൾ പല അതോറിറ്റീസിനും അതിനെക്കുറിച്ചിട്ടും ഡിഫറിങ് ഒപ്പീനിയൻസ് ആണുള്ളതെന്നാണ് പറയണത്.
ദാറ്റ് ഈസ് നമ്മുടെ ജോർജ് ആർ ടെറി അല്ലേ, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പേരുകളൊക്കെ ഇനി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണം. ജോർജ് ആർ ടെറി എന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊരു ആർട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന, സയൻസായി മാറാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ജോർജ് ആർ ടെറി പറയുന്നത്. അപ്പം ഓരോ അതോറിറ്റീസിനും ഓരോ തരത്തിലുള്ള ഒപ്പീനിയൻസ് ആണുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് സ്ട്രഗ്ലിംഗ് ടു ബിക്കം എ സയൻസ്. കണ്ടോ, അപ്പോഴത് കൃത്യമായി സയൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ അത് മുഴുവനോടുകൂടി ആർട്ടാണെന്നും പറഞ്ഞിട്ടില്ല. ഒരു കലയാണ്, എന്തായി മാറാൻ ശ്രമിക്കുന്ന, സയൻസ് ആവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടാണെന്നാണ് പറയണത്. അതായത് ഇറ്റ് ഇംപ്ലൈസ് സം കൈൻഡ് ഓഫ് സുപ്പീരിയോറിറ്റി അറ്റാച്ച് ടു സയൻസ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, അപ്പോൾ അവിടെ സയൻസിൻ്റെ ഒരു എലമെൻ്റ് അവിടെ അറ്റാച്ച്ഡ് ആണ്. കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് സയൻസ് ആവാനായിട്ട്, അപ്പോൾ അവിടെ സയൻസിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വാക്ക് അദ്ദേഹം പറഞ്ഞ ഈ ജോർജ് ആർ ടെറി പറഞ്ഞിട്ടുള്ള നോക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ് സയൻസ് അതിലുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാമെന്നാണ് പറയണത്. എന്നിട്ട് പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ, ടുഡേയ്സ് ഏജ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് ഓഫ് സയൻസ് ആണ് അല്ലേ. എല്ലാം സയൻറ്റിഫിക്കലി ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് എന്താണ്, ദ പ്രസൻറ്റ് ഏജ് ഈസ് കോൾഡ് ദി ഏജ് ഓഫ് സയൻസ് എന്നാണ് പറയണത്. അതായത് എല്ലാം നമ്മൾ ഇന്നത്തെ കാലത്ത് എവ്രിതിങ് ഈസ് ടെസ്റ്റഡ് ഓൺ ദി ടച്ച് സ്റ്റോൺ ഓഫ് സയൻസ്. അതായത് എന്തും നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യും. എന്നിട്ടാണ് നമ്മളിപ്പോൾ കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, സയൻറ്റിഫിക്കലി ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് കലയാണെന്നും പറഞ്ഞ് നമുക്ക് കിട്ടാൻ പറ്റില്ല. അപ്പോൾ എന്ത് കാര്യം, അപ്പോൾ മാനേജ്മെൻറ്റിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. എല്ലാം സയൻസിനെ അടിസ്ഥാനമാക്കി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റിനെ വേണമെങ്കിൽ സയൻസ് എന്ന് പറയാമെന്നാണ് പറയണത്. അതുപോലെ നൗ എവ്രിതിങ് ഈസ് ടെസ്റ്റഡ് ഓൺ ദി ടച്ച് സ്റ്റോൺ ഓഫ് സയൻസ് എന്നാണ് പറയണത്. അതായത് ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് സയൻസ് ആണ്, അല്ലെങ്കിൽ അത് എത്ര കാലമായി അതിൻ്റെ മെച്യൂരിറ്റി, അങ്ങനെയാണ് പറയുന്നത്. ദ മെച്യൂരിറ്റി ഓഫ് എ ഡിസിപ്ലിൻ ഈസ് ബേസ്ഡ് ഓൺ വെദർ ഇറ്റ് ഹാസ് എക്വയർഡ് ദി സ്റ്റാറ്റസ് ഓഫ് സയൻസ്. അപ്പോൾ കാരണം നമ്മൾ പറയും ദാറ്റ് ഈസ് എന്താണ്, ഹോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ്റെ മെച്യൂരിറ്റി, അതായത് എത്രമാത്രം ആ സബ്ജക്റ്റ് മെച്യൂർഡായി അല്ലെങ്കിൽ അത് എത്രമാത്രം വളർന്നു എന്നുള്ളത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ തീരുമാനിക്കണമെന്നാണ് പറയണത്. അതിന് സയൻസിൻ്റെ സ്റ്റാറ്റസ് കിട്ടിയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ, അതായത് സയൻസിൽ അത് കാരണമൊന്നുമില്ല, സയൻസ് എപ്പോഴും എന്താണ്, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും വെദർ അത് എത്രമാത്രം വളർന്നു അല്ലെങ്കിൽ എത്രമാത്രം അത് മെച്യൂർഡായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, അതിലൊരു സയൻസിൻ്റെ സ്റ്റാറ്റസ് കിട്ടിയോ എന്നുള്ളതാണ്. ക്ലിയർ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മോശമാണെന്നൊന്നുമല്ല, നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കുറേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു വേലൊന്നും നമ്മൾ എടുക്കരുത്. കാരണം എന്ത് കാര്യവും കുറച്ച് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്താലാണ് നമ്മൾ ഓക്കെ ദാറ്റ് സബ്ജക്റ്റ് ഈസ് ഡെവലപ്ഡ് സോ മച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നമ്മളിനി പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. പക്ഷേ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് യെറ്റ് ടു ബി എന്താണ്, ഡെവലപ്ഡ് എന്നാണ്. ഇനിയും അതിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, വളരാനുണ്ടെന്നാണ് പറയണത്. മാനേജ്മെൻറ്റ് ഈസ് യെറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് സയൻസ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് മെച്യൂർഡ് ആയെന്ന് പറയണമെങ്കിൽ അതിലൊരു സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാറ്റസ് അതിന് കിട്ടിയിരിക്കണം. പക്ഷേ മാനേജ്മെൻറ്റിന് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നാണ് പറയണത്, ഇപ്പോഴും അതൊരു ഫുൾ ഫ്ലെഡ്ജ് സയൻസിൻ്റെ രീതിയിലേക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് അത്രമാത്രം വളർന്നിട്ടില്ല എന്നാണ് പറയണത്. എന്നാൽ സയൻസ് അല്ലേ എന്ന് ചോദിച്ചാൽ സയൻസ് ആണ് താൻ. ക്ലിയർ. അപ്പോൾ അത് ഫുൾ ഫ്ലെഡ്ജ് മുഴുവനോടുകൂടി ആ ഒരു പൊസിഷനിലേക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയണത്. പക്ഷേ എന്ത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, ദ ടേം മാനേജ്മെൻറ്റ് സയൻസ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് വൈഡ്ലി. കാരണം പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇതാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസ് പോലെ അത്ര പോപ്പുലർലി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു റീസൺ പറയുന്നത് അതാണ്, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു റീസൺ പറയുന്നത് ഇതാണ്. മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് യൂസ് ആസ് വൈഡ്ലി ആസ് ഫിസിക്കൽ സയൻസ് ഓർ നാച്ചുറൽ സയൻസ് ഓർ പൊളിറ്റിക്കൽ സയൻസ്. ഒരു ഫിസിക്കൽ സയൻസോ നാച്ചുറൽ സയൻസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി സയൻസോ യൂസ് ചെയ്യുന്ന അത്ര ഒരു പോപ്പുലാരിറ്റിയോട് കൂടി നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് പഠിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മാനേജ്മെൻറ്റ് സയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കോമേഴ്സ് ഫീൽഡിലുള്ളവരാണ് പഠിച്ചു വരുന്നത്. എല്ലാവരും ഒന്ന് ഇപ്പോൾ കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായില്ല എന്നുള്ളതല്ല, മാനേജ്മെൻറ്റ് സയൻസൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനൊരു ഫുൾ ഫ്ലെഡ്ജ് ഫോം ഓഫ് സയൻസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ദാറ്റ് ഈസ് ഒരു ലാസ്റ്റ് ഇവാലുവേഷനായിട്ട് നമുക്ക് പറഞ്ഞു നിർത്തുന്നത്. എന്നാൽ ഇത് നമ്മൾ പറഞ്ഞല്ലേ പല അതോറിറ്റീസിനും പല ഒപ്പീനിയൻസ് ആണുള്ളത്. കുറേ പേര് ഇത് സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ചെക്ക് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സയൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം മാനേജ്മെൻറ്റിനെ ഒരു സയൻസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്. മാനേജ്മെൻറ്റ് ആസ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഡിസിപ്ലിൻ അഥവാ ഒരു സബ്ജക്റ്റ് എപ്പോഴാണ് ഒരു സയൻസായി മാറുന്നത്? നമ്മളെ ബുക്കിലേക്കൊന്നും പോകണ്ട, എപ്പോഴായിരിക്കും അതിൽ കുറച്ച് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വരും അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഷുവറായിട്ട് നമുക്കതിനെ ഒരു സയൻസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതായത് വാട്ട് മേക്സ് എ ഡിസിപ്ലിൻ എ സയൻസ് എന്നാണ് ചോദിക്കുന്നത്. ഇഫ് ദ ഡിസിപ്ലിൻ എംപ്ലോയീസ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഇൻക്വയറി, എന്ത് ചെയ്യണം, ആ ഒരു ഡിസിപ്ലിൻ അഥവാ സബ്ജക്റ്റ് കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സയൻറ്റിഫിക് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുകയാണ്. അതായത് ഡാറ്റ ഗ്യാദർ ചെയ്യാനായിട്ടൊക്കെ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം അതിനെന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ദാറ്റ് സബ്ജക്റ്റ് ആസ് സയൻസ്. ക്ലിയർ ആക്കി. അപ്പോൾ ക്ലിയർ ആക്കി അത് നമുക്ക് പഠിച്ചു തന്നെ എടുക്കണം കേട്ടോ അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് അങ്ങനെ കുറച്ച് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഡാറ്റ ഗ്യാദർ ചെയ്യാനുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് നോ ഡൗട്ട് വി ക്യാൻ കോൾ ഇറ്റ് എ സയൻസ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഡിസിപ്ലിൻ സയൻസായി മാറുന്നത്? when it uses scientific method of inquiry. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് ഡാറ്റ ഗ്യാദർ ചെയ്യാനായിട്ട് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ സയൻസ് എന്ന് വിളിക്കാം. ആൻഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്നാണ് നമുക്കറിയേണ്ടത് അല്ലേ? സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഇൻക്വയറിക്ക് വേണ്ടി. ദെൻ വാട്ട് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ്? അതാണ് നമുക്കറിയേണ്ടത്. ഇറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് സയൻസ് എംപ്ലോയ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്. സോറി, ഞാൻ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് ചില വണ്ടികളുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. എപ്പോഴാണ് അതിന് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുക? സയൻറ്റിഫിക് മെത്തേഡ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ദ സയൻസ് എംപ്ലോയ്സ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്, tools and techniques in the attainment of empirical knowledge. empirical knowledge എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് പ്രാക്ടിക്കൽ, ദാറ്റ് ഈസ് ആ ഒരു നോളേജിനകത്ത് നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സും ചില ടൂൾസുകളും ടെക്നിക്സുകളൊക്കെ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രൊസീജിയേഴ്സും ടൂൾസുകളും നോളേജുകളും വെച്ചുകൊണ്ട് നമ്മളൊരു പ്രാക്ടിക്കൽ നോളേജ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് അനുസരിച്ച് ഡാറ്റ ഗ്യാദർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സയൻസ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് എപ്പോഴാണ് നമ്മളൊരു സബ്ജക്റ്റിനെ സയൻസ് എന്ന് വിളിക്കുന്നത്? അത് സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇറ്റ് യൂസസ് സം പ്രൊസീജിയേഴ്സ്, ടൂൾസ് ഓർ ടെക്നിക്സുകൾ അത് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോർ അറ്റൈനിങ് ദി പ്രാക്ടിക്കൽ നോളേജ്. ക്ലിയർ? ഇനി സയൻസ് എന്താണെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സയൻസ് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ബേസ്ഡ് ഓൺ സർട്ടൻ പ്രിൻസിപ്പിൾസ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്, ഒരു ബോഡി ഓഫ് നോളേജ് ആണ്. അത് കുറച്ച് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ആണ്. അത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനറലി നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം, അല്ലാതെ ഇന്ന സിറ്റുവേഷനിൽ ഇന്നത്. അപ്പോൾ അത് സയൻസിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? അത് ഏത് സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്താലും നിങ്ങൾ 10th വരെയൊക്കെ സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, നമ്മൾ പല പരീക്ഷണങ്ങളുണ്ട്, അത് ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാലും the result will be the same. അതാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് അത് എല്ലാ സിറ്റുവേഷൻസിലും അത് അപ്ലൈ ചെയ്താലും അത് കൃത്യമായിട്ട് ഒരേ റിസൾട്ട്സ് നമുക്ക് ചെയ്തു തരും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ബേസ്ഡ് ഓൺ certain principles capable of general application. Science is a systematic in the sense that certain relationships have been discovered, ടെസ്റ്റഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു ബോഡി ഓഫ് നോളേജ് ആണ്. അതിന് പിന്നിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ചില സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ജനറലി അത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി സയൻസ് ഒരു സിസ്റ്റമാറ്റിക് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതിനൊരു സിസ്റ്റമാറ്റിക് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എന്താവും, അതിനകത്തുള്ള പല കാര്യങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഡിസ്കവർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിനൊരു ചെറിയൊരു ടെസ്റ്റൊക്കെ നടത്തി ഓക്കെ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിനെ നമുക്ക് സയൻസ് എന്ന് പറയാമെന്നാണ് പറയണത്. അതിൽ പറയണത് ഇങ്ങനെയാണ്, അതായത് ഒരു സയൻസിൽ എങ്ങനെയാണ് ഒരു 3 സ്റ്റേജാണ് സയൻസിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഇവൻറ്റ്സ് ഓർ തിങ്സ് ആർ ഒബ്സർവ്ഡ് ഫസ്റ്റ്. ആദ്യം സയൻസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റോ തിങ്സോ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ഞാൻ വാച്ച് ചെയ്യുന്നു, ഞാനതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ് പറയണത്, ചില ഫാക്ട്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഞാൻ ആ ഒബ്സർവ് ചെയ്തതിൻ്റെ ബേസിസിൽ ചില ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ, യെസ് ഓർ നോ ഉള്ള റിസൾട്ട് ആൻസർ വരണം. അതായത് ഒന്നെങ്കിൽ യെസ്
ഓർ നോ, അല്ലെങ്കിൽ അയ്യോ ആണോ അല്ലയോ എന്നുള്ള രീതിയിലല്ല, യെസ് ഓർ നോ ആൻസർ വരുന്നതിന് നമുക്ക് ഫാക്ട് എന്ന് പറയും. അപ്പോൾ ഞാനൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ ബേസിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സം ഫാക്റ്റുകൾ ഡിസ്കവർ ചെയ്യുന്നു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഫാക്ട്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ആ ഫാക്റ്റുകളുടെ ആക്യുറസി വെരിഫൈ ചെയ്യുന്നു. ഈ 3 സ്റ്റേജ്, ഇതാണ് സയൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ആ നോക്കി ഒബ്സർവ് ചെയ്ത സംഭവത്തെക്കുറിച്ച് ഞാനൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ എത്തുന്നു. ഇനി ആ യെസ് ഓർ നോ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിനെന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ക്ലിയർ? ഞാനത് വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. പല പ്രാവശ്യം ഞാൻ വീണ്ടും, നമ്മൾ പറയില്ലേ, ദാറ്റ് ഈസ് ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഞാനത് നോക്കിയിട്ട് ഓക്കെ അങ്ങനെയാണ് യെസ് എന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ എത്തുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെന്ത് പറയാം, ദാറ്റ് ഈസ് ഒരു സയൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞു വരുന്നത്. അതായത് സയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന നോളേജ് എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇത്രയും സയൻസ് എന്ന് പഠിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് വേണം നമുക്ക് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ നോളേജ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതിനെ സയൻസ് എന്ന് പറയും. ഇനി പതുക്കെ നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പരിശോധിച്ച് വെരിഫൈ ചെയ്ത് നോക്കാം അല്ലേ നമുക്ക്. പക്ഷേ മാനേജ്മെൻറ്റിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് കനോട്ട് ഓൾവേസ് സാറ്റിസ്ഫൈ ഓൾ ഓഫ് ദി കണ്ടീഷൻസ് മെൻഷൻഡ് അബോ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും, അതായത് ഒരു ഫാക്റ്റിനെ നോക്കി ആ നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്തു, അതിനെ ഒരു ഫാക്റ്റാക്കി മാറ്റി ആ ഫാക്റ്റിനെ നമ്മൾ വെരിഫൈ ചെയ്തു അല്ലേ. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാ സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാനായിട്ട് മാനേജ്മെൻറ്റിൽ സാധിക്കാറില്ല. അതാണ് പറയണത്. ആസ് മാനേജ്മെൻറ്റ് കനോട്ട് ഓൾവേസ് സാറ്റിസ്ഫൈ ഓൾ ദ കണ്ടീഷൻസ് മെൻഷൻഡ് അബവ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് കനോട്ട് ബി ആസ് കോംപ്രഹെൻസീവ് ഓർ ആക്യുറേറ്റ് ആസ് ഫിസിക്കൽ സയൻസ്. അതുകൊണ്ട് നമുക്കതിനെ കൃത്യമായിട്ടൊരു ഫിസിക്കൽ സയൻസിൽ ഇങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നു, അത് ഫാക്റ്റാക്കി മാറ്റുന്നു, അതിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. പക്ഷേ മാനേജ്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സ്റ്റെപ്പിൽ കൂടി കടന്നു പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെ 100% ഒരു ഫിസിക്കൽ സയൻസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ? അവിടെ നമ്മൾ പോയിന്റിലേക്ക് വരികയാണ് കേട്ടോ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താണെന്നാണ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്, കോംപ്രഹെൻസീവ്, അത് എല്ലാ ആസ്പെക്ട്സുകളും സയൻസിൻ്റെ ഓൾ ആസ്പെക്റ്റുകളുള്ള ഒരു പ്യുവർ ഒരു ആക്യുറേറ്റ് ഫിസിക്കൽ സയൻസ് പോലെ കൃത്യതയാർന്നൊരു സംഭവമാണെന്ന് മാനേജ്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് വിൽ നെവർ ബിക്കം ആസ് പ്യുവർ എ സയൻസ് ആസ് ഫിസിക്സ് ഓർ കെമിസ്ട്രി. അതുകൊണ്ട് സയൻസിൽ പഠിക്കുന്ന 3 സബ്ജക്റ്റാണല്ലോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ പോലെ ഒരു പ്യുവർ സയൻസ് എന്നുള്ള രീതിയിലേക്ക് മാനേജ്മെൻറ്റ് നെവർ എന്നാണ്, ഒരിക്കലും അതിൽ ആ ഒരു തരത്തിലേക്ക് മാനേജ്മെൻറ്റിന് എത്താനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? കാരണം എന്താണ്, നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാ കേസുകളും എല്ലാ കേസുകളിലും നമുക്ക് വെരിഫയബിൾ അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരിക്കലും ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ പോലെ പ്യുവർ സയൻസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയണത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ്. ഇനി എന്തുകൊണ്ടാണ് അതിൽ പറയണത്, മാനേജ്മെൻറ്റ് അല്ലേ, ഞാൻ അതിൽ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സും കൂടെ എടുക്കാം, മാൻ കേട്ടോ. അതിനകത്ത് കാരണം പറയുന്നത് കൊണ്ടാണ്, ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ആൻ എലമെൻറ്റ് ഓഫ് ഹ്യൂമൻ. ക്ലിയർ? ഹ്യൂമൻ ബീയിങ്സുമായി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഇതിനെ നമുക്കൊരു പ്യുവർ സയൻസ് എന്ന് പറയാനായിട്ട് സാധിക്കാത്തത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഒരേപോലെയാണ് ഒരു മനുഷ്യൻ കാര്യങ്ങൾ ചെയ്യാം, വ്യത്യസ്തപ്പെടും അല്ലേ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് നമുക്കൊരിക്കലും മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്യുവർ സയൻസ് എന്ന രീതിയിൽ പറയാൻ പറ്റാത്തതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. മാനേജ്മെൻറ്റ് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ്, ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ഡീൽ ചെയ്യുന്നു. ദാറ്റ് ആർ ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ഓഫ് ഓൾ ദ സ്പീഷീസ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എർത്തിലെ എല്ലാ ജീവജാലങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ കോംപ്ലിക്കേറ്റഡ് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യൻ ഇപ്പം ഹൗ യു ഓർ ഐ വിൽ ബിഹേവ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ആയിരിക്കും ചെയ്യുക. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ചിലപ്പോൾ ആ ബിഹേവിയർ മാറാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മാനേജ്മെൻറ്റിനെ ഒരു പ്യുവർ സയൻസ് ലൈക്ക് ഫിസിക്സോ കെമിസ്ട്രി എന്ന പോലെ പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റിൽ ഒരു എലമെൻറ്റ് ഓഫ് സയൻസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ നെവർ ബിക്കം എ പ്യുവർ സയൻസ്. അതൊരിക്കലും ഒരു പ്യുവർ സയൻസായി മാറില്ല. ക്ലിയർ?
ഇനി നമ്മൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മാനേജ്മെൻറ്റ് ആർട്ടാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടിൽ പറയണത്? നമുക്ക് നോക്കാം. ദ ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഹാസ് മോർ ടു ഡു വിത്ത് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞൊരു കല അല്ലേ. അപ്പോൾ ഈ കല എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാനേജ്മെൻറ്റ് പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ആർട്ട് എന്നുള്ള കോൺസെപ്റ്റ് മാനേജ്മെൻറ്റ് ഇടാക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ കഴിവ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ആൻ ആർട്ടാണ്. അപ്പോൾ അതാണ് പറയണത്, നമ്മൾ മാനേജ്മെൻറ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ദി കോൺസെപ്റ്റ് ഓഫ് ആർട്ട് എന്നുള്ളത് മാനേജ്മെൻറ്റിൽ വരുന്നതാണ് പറയണത്. അതായത് ഇറ്റ് ഈസ് എ പേഴ്സണൽ ക്രിയേറ്റീവ് പവർ കപ്പിൾഡ് വിത്ത് ദി സ്കിൽ ഇൻ പെർഫോമൻസ് എന്നാണെന്നാണ് പറയുന്നത്. ഒരു പേഴ്സണലാണ്, അതായത് ഓരോ മാനേജേഴ്സും വ്യത്യസ്തപ്പെട്ടിരിക്കും. അവരുടെ കഴിവനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചില സന്ദർഭങ്ങളിൽ ചില ഡിസിഷൻസ് എടുക്കുക. അവിടെ ഒരു കലയാണ്. ഒരു പ്രോബ്ലത്തെ നമുക്ക് വേണമെങ്കിൽ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാം. അതങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവാണ്. ചിരിച്ചുകൊണ്ട് ചില പ്രശ്നങ്ങളെ നേരിടുന്നവരുണ്ട്, വളരെ കെയർലെസ് ആയിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ അവരുടെ ഒരു ഉള്ളിലൊരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ആർട്ട് സൈഡ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം. ഡയഗ്നോസിങ് ദ പ്രോബ്ലംസ്, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. മോണിറ്ററിങ് ദ ഇവൻറ്റ്സ്, അതനുസരിച്ചിട്ട് ആ ഒരു ഇവൻറ്റിനെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ആൻഡ് ലൊക്കേറ്റിംഗ് ദ പോസിബിലിറ്റീസ് ക്യാൻ ഷാർപ്പൺ വൺസ് ഇൻ്റലക്റ്റ്, ഒരു ബുദ്ധി. അതായത് മനസ്സിലാക്കാൻ എത്രയേ ഉള്ളൂ, ഒരു ഓർഗനൈസേഷനിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ബുദ്ധിയുമായി ആശ്രയിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പലരും പലതരത്തിലാണ് ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുക, പലരും പല സൊല്യൂഷൻസുകളാണ് ആ പ്രോബ്ലത്തിന് കാണുക, പലരും പല രീതിയിലാണ് ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരതിനെ അഭിമുഖീകരിക്കുക. അപ്പോൾ അതാണ് പറയണത്, ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് ആ ഇവൻറ്റിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിൻ്റെ എന്തൊക്കെയാണ് അതിനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എപ്പോഴും ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഇൻ്റലക്ച്വൽ പവർ. എല്ലാ മനുഷ്യർക്കും ഒരേ ഇൻ്റലക്ച്വൽ പവർ ആയിരിക്കുമോ, ഒരേ IQ ആണോ ഉണ്ടായിരിക്കും? അല്ല, അല്ലേ? അതാണ് അതിൻ്റെ ഒരു ആർട്ട് എന്ന് പറയാനുള്ള കാരണം. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ പേഴ്സൺസ് ക്രിയേറ്റീവ് പവർ വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ ഇൻ്റലക്ച്വൽ, നമ്മുടെ ഒരു ബുദ്ധി എങ്ങനെയാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മളൊരു പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മുടെ ഒരു ക്രിയേറ്റീവ് എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കാനുള്ള പവർ നമ്മളവിടെ യൂസ് ചെയ്യും. ആ പവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ അത് എത്ര തന്ത്രപരമായി അല്ലെങ്കിൽ എത്ര കലാപരമായിട്ട് നമുക്കതവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വ്യക്തിക്കും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ പേഴ്സൺസ് ക്രിയേറ്റീവ് പവർ ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു എ ഗുഡ് പെർഫോമൻസ് ഓർ എ ബെറ്റർ പെർഫോമൻസ്. ക്ലിയർ? അതായത് ഇത്രയേ ഉള്ളൂ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, അല്ലെ, പ്രോവർബാണ്. ദാറ്റ് ഈസ് ഒരു കോട്ടഡ് പ്രോവർബാണ്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നത് പ്രാക്ടീസാണ്. നമ്മളൊരു കാര്യം ചെയ്ത് പല സിറ്റുവേഷൻസ് കൂടെയും പ്രോബ്ലത്തിൽ കൂടെയും ഒരു മാനേജർ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കിട്ടുന്നു. ആ എക്സ്പീരിയൻസ് വഴി അദ്ദേഹം ചില കഴിവുകൾ വളർത്തിയെടുക്കുന്നു. അത് കൃത്യമായി നല്ലൊരു കലാപരമായിട്ട് അദ്ദേഹത്തിന് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് ജേർണി എന്നാണ്. മാനേജ്മെൻറ്റ് ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് എന്താണ്? ഒരു നെവർ എൻഡിങ് ജേർണിയാണ്. എയിമിങ് അറ്റ് എവർ മോർ പെർഫെക്ഷൻ ഇൻ ദി പെർഫോമൻസ് ഓഫ് വേരിയസ് ഫംഗ്ഷൻ. അതായത് ഓരോ പ്രാവശ്യവും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ ആർട്ടിസ്റ്റിക്കലി അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കഴിവനുസരിച്ച് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മാനേജ്മെൻറ്റ് അഥവാ മാനേജർ എന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ മാനേജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് ഇംപ്ലൈസ് എ നെവർ എൻഡിങ് ജേർണി എയിമിങ് അറ്റ് എവർ മോർ പെർഫെക്ഷൻ. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മളതിൽ എന്ത് ചെയ്യും, നമ്മുടെ പരമാവധി കഴിവ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അത് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണ്, അല്ലേ? പല സന്ദർഭങ്ങളിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് ഭംഗിയായി ബെറ്റർ പെർഫോമൻസുകൾ കാഴ്ചവെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ചോദ്യം ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് സയൻസ് ആണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസ് ഓർ ആർട്ടാണെന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് നമ്മൾ കണ്ടു. മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് കണ്ടു. മാനേജ്മെൻറ്റ് ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് കണ്ടു. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സയൻസുമാണ് ആർട്ടുമാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് ആർട്ട് എന്നാണ് പറയുന്നത്. അതായത് ദ ഫോർഗോയിങ് ഡിബേറ്റ് ഈസ് ഇൻകൺക്ലൂസീവ് ആസ് ടു വെദർ മാനേജ്മെൻറ്റ് ഈസ് സയൻസ് ഓർ ആൻ ആർട്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ഇൻകൺക്ലൂസീവ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സയൻസ് ആണോ ആർട്ടാണോ, അതിങ്ങനെ ഒരു ഡിബേറ്റിംഗ് തർക്ക വിഷയമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൽ സയൻസിൻ്റെ ഒരു എലമെൻറ്റും ഉണ്ട്,
ആർട്ടിൻ്റെ ഒരു എലമെൻറ്റും ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി കൃത്യമായി പ്രിസൈസ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് സയൻസ് ആൻഡ് പാർട്ട് ആർട്ട്. ഒരു ഭാഗം അത് സയൻസ് ആണെങ്കിൽ ഒരു ഭാഗം അതെന്താണ്, ആർട്ടാണെന്നാണ് പറയണത്. മാനേജ്മെൻറ്റ് സയൻസ്, അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് സയൻസ് അല്ലേ, നമ്മൾ സയൻസ് എന്ന രീതിയിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇല്ലേ, അത് നമുക്ക് സയൻസിൻ്റെ ഇതിൽ പെടുത്താം. അത് കുറച്ച് പ്രിൻസിപ്പിൾസ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള നമ്മൾ 14 പ്രിൻസിപ്പിൾസ് പഠിക്കും അല്ലേ. ശരിക്കും ആ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, മാനേജ്മെൻറ്റ് സയൻസ് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് നമുക്ക് ഇടാം എന്നാണ് പറയുന്നത്. അതേസമയം എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ആർട്ടാവുന്നത് എപ്പോഴാണ്, ദാറ്റ് ഈസ് ആക്ച്വൽ പ്രാക്ടീസിലേക്ക് മാനേജ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ. നമ്മളത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് പറയുന്നത്, മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് ഹാസ് മോർ ടു ഡു വിത്ത് ദി ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്. ക്ലിയർ? പ്രിൻസിപ്പിൾസ് വിത്തൗട്ട് പ്രാക്ടീസ്, എന്നിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന 14 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അപ്പോൾ രണ്ടുമാണ്. കാരണം ഈ പറയുന്ന 14 പ്രിൻസിപ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ പ്രാക്ടീസ് ആക്കാതെ ഈ 14 പ്രിൻസിപ്പിൾസും യൂസ്ലെസ് ആണ്, ഒരു ഉപയോഗമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ഭാഗവും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ആർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് അത് നടപ്പിലാക്കാൻ, ഈ പറയുന്ന 14 പ്രിൻസിപ്പിൾസ് നമുക്ക് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, ശരിക്കും അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് വി ഹാവ് ടു മേക്ക്, നമുക്കത് ഇറ്റ് ഹാസ് ടു ബി ഡൺ അല്ലേ, അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ രണ്ടും അവിടെ വന്നില്ലേ, സയൻസും അവിടെ വന്നു, ആർട്ടും വന്നു. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞു വരുന്നത്, പ്രിൻസിപ്പിൾസ് വിത്തൗട്ട് പ്രാക്ടീസ് ഈസ് യൂസ്ലെസ് വൈൽ പ്രാക്ടീസ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ് വിൽ ഡിസ്റ്റോർട്ട് ദ റിസൾട്ട്. അപ്പോൾ രണ്ടും നടക്കില്ല. അതായത് ഈ പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ്, നമ്മളത് പറയുന്ന 14 പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യാതെ നമുക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് യൂസ്ലെസ് ആണ്. അതുപോലെ തന്നെ ഈ നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷേ അതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പ്രിൻസിപ്പിൾസുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നു, ഈ പ്രിൻസിപ്പിൾസ് ഒന്നും നോക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് രണ്ടും എന്താണെന്നാണ് പറയുന്നത്, യൂസ്ലെസ് ആണ്. അപ്പോൾ രണ്ടും അവിടെ നടക്കണം, പ്രിൻസിപ്പിൾസ് വിത്ത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് വിത്ത് പ്രിൻസിപ്പിൾ. അപ്പോൾ രണ്ടുമാണ് അല്ലേ, പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, സയൻസും പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആർട്ടുമാണ്. അപ്പോൾ അത് രണ്ടുമില്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെ രണ്ടും അവിടെ എന്താണ്, നമുക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. നോളേജ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് പ്രിഡിക്റ്റബിൾ കേപ്പബിലിറ്റീസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. അപ്പോൾ പറയുകയാണ്, നമുക്ക് ഒരു മാനേജ്മെൻറ്റ് സയൻസ് ഒരു മാനേജർ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കൂട്ടുന്നതാണ് പറയുന്നത്, അദ്ദേഹത്തിന് ഉറച്ച ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് വളരെ പ്രിഡിക്റ്റബിൾ കേപ്പബിലിറ്റീസ് കൂട്ടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതായത് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളി പ്രൂവൺ ചെയ്ത ചില കാര്യങ്ങൾ, ദാറ്റ് ദിസ് വിൽ ഹാപ്പൺ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂട്ടിയുള്ള പ്രൂഫൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു മാനേജറെ സഹായിക്കുന്നുണ്ട്. ഏത്, മാനേജ്മെൻറ്റ് സയൻസ്. അങ്ങനെ ഓൾറെഡി പ്രൂവൺ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് വരിക എന്നുള്ളത് അദ്ദേഹത്തിന് മുൻകൂട്ടി, അതിന് സയൻസ് തന്നെ വേണം അല്ലേ, മുൻകൂട്ടി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ത് വേണം, ഒരു മാനേജർക്ക് പല സമയങ്ങളിൽ ആ ഒരു നോളേജ് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൺ ദി അതർ ഹാൻഡിൽ എങ്ങനെയാണ്, ദ ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് എൻഹാൻസസ് ദി ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് പവർ ഓഫ് മാനേജർ. അതേസമയം ഒരു മാനേജറിൻ്റെ ക്രിയേറ്റീവ് പവറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനേറ്റീവ് പവറും അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള പല പുതിയ സൊല്യൂഷൻസുകൾ ഇമാജിൻ ചെയ്ത് അതൊന്നും കൂടി ക്രിയേറ്റീവായിട്ട് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഇത് വേണം, ആർട്ട് എന്നുള്ളത് വേണം. കണ്ടോ, അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻറ്റിൽ. സയൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒന്നുകൂടി ഡിറ്റർമിനിസ്റ്റിക് ആക്കി മാറ്റുന്നു, അദ്ദേഹത്തിന് ഒന്നും കൂടി എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്രഡിക്റ്റബിൾ ആയിട്ട്, അദ്ദേഹത്തിന് ഒന്നും കൂടി ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആർട്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇമാജിനേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ? എന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, മാനേജ്മെൻറ്റ് സയൻസ് പ്രിസ്ക്രൈബ്സ് ദ ഡൂസ് ആൻഡ് ഡോൺട്സ്. അതായത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് നമുക്ക് ആര് പറഞ്ഞു തരും, മാനേജ്മെൻറ്റ് സയൻസ് പറഞ്ഞു തരുമ്പോൾ ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അറ്റംപ്റ്റ്സ് ദ ക്യാൻസ് ആൻഡ് കാൺസ്. അത് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നത് പറഞ്ഞു തരുന്നു. ഡൂസ് ആൻഡ് ഡോൺസ് എന്താണ്, എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ ചെയ്യാം, ഡൂസ് ആൻഡ് ഡോൺസ് അതാണ് നമുക്ക് അതിൽ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, കണ്ടോ, ക്യാൻ എന്നാണ്, ചെയ്യാം, ചെയ്തു എന്നുള്ളതല്ല, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം, ദാറ്റ് ഈസ് ക്യാൻ ആൻഡ് കാൺസ് ഓഫ് മാനേജിങ്. അപ്പോൾ അതൊരു ഡിഫറൻസ്. അപ്പോൾ രണ്ടും നമുക്ക് കൃത്യമായിട്ട് സയൻസ് പറഞ്ഞിരുന്നു, ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞിരുമ്പോൾ ആർട്ട് എന്നുള്ള നിലയ്ക്ക് മാനേജ്മെൻറ്റ് നമുക്ക് പറഞ്ഞിരുന്നത് എന്താണ്, ക്യാൻ ആൻഡ് കാൺസ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റിനകത്ത് സയൻസും ആർട്ടും ശരിക്കും പറയുകയാണെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ടും റിലേറ്റഡ് ആയിട്ടും നിൽക്കുന്നു. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ദാറ്റ് ഈസ് എന്താണ്, സഹായകരമായി നിൽക്കുമ്പോൾ നമ്മളതിനെ കോംപ്ലിമെൻ്ററി എന്ന് പറയും. അപ്പോൾ സയൻസും ആർട്ടും മാനേജ്മെൻറ്റിൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ അവർ ഇൻ്റർ റിലേറ്റഡ് ആണ്.
അല്ലാതെ മാനേജ്മെൻറ്റ് സയൻസ് മാത്രം എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, മാനേജ്മെൻറ്റ് ആർട്ട് എന്നുള്ള നിലയ്ക്ക് മാത്രം എടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ദസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. ഈവൻ essay വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സയൻസുമാണ്. സയൻസ് ഫുൾ സയൻസ് ആയിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ അതൊരു സയൻസ് തന്നെയാണ്. ഒപ്പം തന്നെ അതെന്തുമാണ്, ആർട്ടുമാണെന്നാണ് പറയുന്നത്. ട്രീറ്റിംഗ് മാനേജ്മെൻറ്റ് ആസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് പെർമിറ്റ്സ് ദ മാനേജർ. അതായത് മാനേജ്മെൻറ്റിനെ നമ്മൾ ഒരു സയൻസും അതുപോലെ തന്നെ ഒരു ആർട്ടുമായി കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാനേജർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഹി വിൽ ബി ഏബിൾ ടു ഇംപ്രവൈസ്, പുതിയ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാം. ഇംപ്രവൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ഒന്ന് ഇംപ്രവൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. വിത്തൗട്ട് ലൂസിങ് എ ഫേം ഗ്രിപ്പ് ഓൺ ദ ബേസിക്സ്. അടിസ്ഥാനം, അതായത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കുറച്ച് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും, ആ ബേസിക്സുകളെ കൈവിടാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പുതിയ ഇംപ്രവൈസ് ചെയ്യാം, പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെയാണെങ്കിലുള്ളൂ, മാനേജ്മെൻറ്റിൻ്റെ ആർട്ട് എന്നുള്ള ഭാഗവും സയൻസ് എന്നുള്ള ഒരു ഭാഗവും രണ്ടും എടുത്ത് അത് കോംപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ബേസിക്സിൽ നിന്നുകൊണ്ട് തന്നെ ഇംപ്രവൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് വേർഷനിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോയത്. ഇറ്റ് ഈസ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ ആർട്ടാണോ എന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടി നമ്മൾ കടന്നുപോയി. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.